നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതം അതിൻ്റെ കാഴ്ചകളുമാണ്. കുറേ കാലമായി ഞാൻ എറണാകുളത്ത് താമസിക്കേണ്ടെങ്കിലും തട്ടേക്കാട് പക്ഷി സങ്കേതം ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ പുറത്തോട്ടൊക്കെ പല തവണ പോയിട്ടുണ്ട്. മാമലക്കണ്ടം പോകുമ്പോൾ മറ്റ് പല കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ വന്നപ്പോൾ സാധനം പുറത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ അകത്ത് കയറി കണ്ടില്ല. നമ്മൾ ഇന്നൊന്ന് കണ്ടേക്കാമെന്ന് വെച്ചാൽ അങ്ങ് ഇറങ്ങിയത്. അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. കമൻറ്റ് വീഡിയോ. കോതമംഗലം സിറ്റിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ചുറ്റും കാടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഒരു വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കാടുകളൊക്കെ ഉണങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കുറച്ചും കൂടി ബെറ്റർ ടൈം എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് പോകുന്നതായിരിക്കും. ഇവിടെ പക്ഷി സങ്കേതത്തിൽ കയറാൻ ഏകദേശം ഒരാൾക്ക് 66 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അതും ഗൂഗിൾ പേ മാത്രമേ എടുക്കുകയുള്ളൂ, ലിക്വിഡ് മണി എടുക്കുന്നതല്ല. ഇവിടെ പ്രധാനമായിട്ട് ഈ ബട്ടർഫ്ലൈ ഗാർഡനും പിന്നെ പുഴയോട് ചേർന്നിട്ട് അവിടെ ഒരു ബോട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അത് രണ്ടുമാണ് ഈ പ്രധാനമായി കാണുന്ന പക്ഷി സങ്കേതത്തിൻ്റെ ലൊക്കേഷനിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ബട്ടർഫ്ലൈ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു റൂം പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ആക്ച്വലി ഇങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ ഭയങ്കര ശോകമാണ്. പിന്നെ ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല. ഉള്ള വേസ്റ്റൊക്കെ വാരിയിട്ട് എന്താ പറയുക, ഒട്ടും എന്താ പറയുക, ഒരു പുറമെ നിന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റുന്ന രീതിക്കുള്ളൊരു സെറ്റപ്പേ ഇവിടെ ഇല്ല. മൊത്തത്തിൽ അലങ്കോലമായി കിടക്കാറില്ലേ. ചില ഇതൊക്കെ അറിയപ്പെടുന്നൊരു ലൊക്കേഷനാണ്. പക്ഷേ ഇതിന് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനെ ഒരു വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് പറ്റുന്നില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ അവിടെ വെച്ച പ്രോപ്പർട്ടീസിലൊക്കെ ഫുള്ള് പൊടി പിടിച്ചെടുക്കുക. ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും.
പ്രധാനപ്പെട്ട പക്ഷിസങ്കേതത്തിൻ്റെ ലൊക്കേഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ ഈ അനാക്കോണ്ട പോലത്തെ സിനിമകളിലൊക്കെ കാണുന്ന ഒരു ലൊക്കേഷൻ പോലത്തെ ഒരു ഏരിയയാണിത്. ആക്ച്വലി ഈ ഒരു സ്ഥലം അടിപൊളിയാണ്. നമുക്ക് കണ്ടിരിക്കാനൊക്കെ ഒരു രസമുള്ള പരിപാടിയുണ്ട് ഇവിടെ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇത് നല്ല രസം. ഫോട്ടോൻ്റെ ഫ്രെയിമുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്കിതിനെ ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു ലൊക്കേഷൻ എനിക്ക് കുറച്ചും കൂടി ഒരു രസമായി തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഏർമാടാണ്. ഇത് നമുക്കിതിൽ കയറാം. അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. ശ്രദ്ധിച്ച് കയറണം. അതിൻ്റെ കാലുകളൊക്കെ സ്റ്റെപ്പുകളൊക്കെ കുറച്ച് ഇളകിയിട്ടൊക്കെ കിടക്കുന്നത്. പിന്നെ ഞാൻ ഇത്തിരി വെയിറ്റൊക്കെ ഉള്ളത് കൊണ്ട് സൂക്ഷിച്ചാണ് കയറിയത്. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഈ പക്ഷിസങ്കേതത്തിന് സലീം അലി ബേർഡ് സാങ്ച്വറി എന്ന് പറഞ്ഞിട്ട് വേറൊരു പേരും കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പ്രധാനപ്പെട്ട പക്ഷിസങ്കേതത്തിൻ്റെ ലൊക്കേഷനിൽ കുറച്ച് മാറിയിട്ടാണ് ഈ പറയുന്ന ബേർഡ്സിനെയൊക്കെ നമുക്ക് നിരീക്ഷിക്കുന്നൊരു ഏരിയ ഉണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ അടിപൊളി കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നടന്നുള്ളോട്ട് പോവാം. അത്യാവശ്യം നല്ല ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പക്ഷികളെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ അതിൽ കൂടെ കുറച്ച് നടന്നു പോയി. പിന്നെ രസം എന്താ വെച്ചാൽ ഞാൻ പോയ സമയം കൊണ്ടാണോ അറിയില്ല, ആരും ഉണ്ടായിരുന്നില്ല, ആൾ തിരയില്ല. അപ്പോൾ അതിൻ്റെ അകത്തെ കുറച്ചങ്ങ് നടന്നു പോകാറുണ്ട്. കുറച്ചങ്ങ് നടന്നപ്പോൾ ഭയങ്കര ഏകാന്തത പോലെ തോന്നും. മീൻസ് ഭയങ്കര സൈലൻസും സൈഡിലൊക്കെ ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് ഉള്ളൂടെ നടന്നു ഞാൻ പിന്നെ തിരിച്ചു പോരുക ചെയ്ത്. പക്ഷേ ഈ ഒരു വാക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നു.
കണ്ട എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ തട്ടേക്കാടിൻ്റെ വിശേഷങ്ങളും തട്ടേക്കാട് പക്ഷിസങ്കേതങ്ങളെല്ലാം കണ്ട് വിചാരിക്കുന്നു. അടിപൊളിയാണ്. കുറച്ചുകൂടി മഴക്കാലത്തൊക്കെ വരുന്നതിനെ കുറിച്ച് നന്നാണ്. വേനൽക്കാലം കൊണ്ടാണ് കുറച്ചുകൂടി ഡ്രൈനെസ് ഉണ്ട്. നല്ല രസമാട്ടോ. അപ്പോൾ